ഫോട്ടോഷോപ്പ് ടൂൾസിന്റെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കളർ റീപ്ലേസ്മെന്റ് ടൂൾ ആൻഡ് മിക്സർ ബ്രഷ് ടൂൾ. ഈ സെറ്റിൽ വരുന്ന നെക്സ്റ്റ് ടൂളാണ് കളർ റീപ്ലേസ്മെന്റ് ടൂൾ. നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമേജിലുള്ള ഒരു കളറിനെ അങ്ങനെ തന്നെ മാറ്റി വേറെ കളർ കൊടുക്കാനായിട്ടാണ്. നമുക്കത് ചെയ്യുന്നതിന് മുമ്പ് ബ്രഷിൻ്റെ സൈസ് സ്ക്വയർ ബ്രാക്കറ്റ് കീയിൽ ഞെക്കി കൂട്ടാം. എന്നിട്ട് ഇവിടെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. നമ്മളതിൽ ഹ്യൂ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ കളർ നീല കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഈ റെഡിൻ്റെ മുകളിൽ നമ്മുടെ ടൂൾ വെച്ച് അടിക്കുമ്പോൾ ഈ റെഡ് ഒറ്റയടിക്ക് റീപ്ലേസ് ആയിട്ട് അതിനൊരു ബ്ലൂവിൻ്റെ ഹ്യൂ കയറി വന്നു. അതേസമയം നമ്മൾ ഇയാളുടെ ഫേസിൻ്റെ മുകളിൽ ഓടിച്ചെങ്കിലും അവിടെ ഈ ഹ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇനീഷ്യലി ക്ലിക്ക് ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അപ്പോൾ ആ റെഡ് കളറിനെ മാത്രമേ ഈ ഒരു ടൂൾ റീപ്ലേസ് ചെയ്യുള്ളൂ. നമുക്ക് ഇനി ഇൻ കേസ് ഇയാളുടെ ഫേസിൻ്റെ കളറിനും ഹ്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെറുതാക്കി അയാളുടെ ഫേസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അയാളുടെ ഫേസും നമ്മുടെ ഈ ടൂള് ഇതേ ഹ്യൂ കൊണ്ടുവരും. നമുക്കിനി ഇവിടെ മോഡ് മാറ്റിയിട്ട് ഹ്യൂ മാറ്റിയിട്ട് സാച്ചുറേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ സ്കിന്നിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അവിടെ ഡ്രോ ചെയ്തപ്പോൾ ആ സ്കിന്നിൻ്റെ സാച്ചുറേഷൻ കൂടുകയാണ് ചെയ്തത്. നമുക്കതേപോലെ ടോളറൻസ് കൂട്ടിയിടാം. ടോളറൻസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കളറിൻ്റെ ടോളറൻസ് അല്ലെങ്കിൽ കളറിൻ്റെ റേഞ്ച് അവിടെ കൂടുതലായിട്ട് വരും. നമ്മുടെ നെക്സ്റ്റ് ടൂൾ മിക്സർ ബ്രഷ് ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് കളറിനെ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് ഈ രണ്ട് കളേഴ്സിനെയും ബ്ലെൻഡ് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. സ്ക്വയർ ബ്രാക്കറ്റ് കീ അല്ലെങ്കിൽ മുകളിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് സൈസ് കൂട്ടാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ കൂടി ഈ വരച്ച കളറിൻ്റെ എഡ്ജിൽ കൂടി അടിക്കുമ്പോൾ നമുക്കിവിടെ കാണാം ആ ബ്ലൂ കളറും അതിൻ്റെ ബാക്കിലുള്ള പിങ്ക് കളറും ബ്ലെൻഡ് ആവുകയാണ്. അതായത് നമ്മൾ ഒരു വിരലൊക്കെ യൂസ് ചെയ്തിട്ട് ഈ കളേഴ്സ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണ പോലെ. അപ്പോൾ ഇത്രയാണ് ബ്രഷ് ടൂളിൻ്റെ സെറ്റിൽ വരുന്ന പ്രധാന ടൂൾസ്.